വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവ വചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ നിങ്ങളോട് സഹകരിക്കും. നിങ്ങളെവിടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണം തുടർന്നും സഭയെ പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 28-ാം അധ്യായത്തിലേക്ക്. ബലികളും ഉത്സവങ്ങളും. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക, എനിക്ക് ദഹനബലികളും സുലഭിലമായ ഭോജന ബലികളും യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവരോട് പറയണം, നിങ്ങൾ ദഹനബലിക്കായി 1 വയസ്സുള്ള ഊനമറ്റ 2 ആട്ടിൻകുട്ടികളെ അനുദിനം കർത്താവിന് അർപ്പിക്കണം. ഒന്നിനെ രാവിലെയും മറ്റേതിനെ വൈകുന്നേരവും ബലിയർപ്പിക്കണം. കൂടാതെ ധാന്യബലിയായി 1 ഹിന്നിന്റെ 4-1 ശുദ്ധമായ എണ്ണ ചേർത്ത് 1 എഫായുടെ 10-1 നേരിയ മാവ് അർപ്പിക്കണം. കർത്താവിന്റെ മുമ്പിൽ പരിമളപ്പെടുത്തുന്ന ദഹനബലിയായി സീനായി മലയിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട അനുദിനമുള്ള ദഹനബലിയാണിത്. അതോടൊപ്പം 1 ആട്ടിൻകുട്ടിക്ക് 1 ഹിന്നിന്റെ 4-1 എന്ന തോതിൽ പാനീയ ബലിയും അർപ്പിക്കണം. കർത്താവിനുള്ള പാനീയ ബലി ലഹരിയുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ഒഴിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും ബലിയർപ്പിക്കണം. രാവിലത്തെ ധാന്യബലിയും അതിന്റെ പാനീയ ബലിയും പോലെ കർത്താവിന്റെ മുമ്പിൽ പരിമളപ്പെടുത്തുന്ന ദഹനബലിയായി അതിനെ അർപ്പിക്കണം. സാബത്ത് ദിവസം 1 വയസ്സുള്ള ഊനമറ്റ 2 ആൺചെമ്മരിയാടുകളെയും ധാന്യബലിയായി 1 എഫയുടെ 10-2 എണ്ണ ചേർത്ത് നേരിയ മാവും അതിന്റെ പാനീയ ബലിയും അർപ്പിക്കണം. അനുദിനമുള്ള ദഹനബലിയും അതിന്റെ പാനീയ ബലിയും കൂടാതെ സാബത്ത് തോറുമുള്ള ദഹനബലിയാണിത്. മാസാരംഭത്തിൽ നിങ്ങൾ കർത്താവിന് ദഹനബലിയായി 2 കാളകൾ, 1 മുട്ടാട്, 1 വയസ്സുള്ള ഊനമറ്റ 7 ആൺചെമ്മരിയാടുകൾ എന്നിവയെ ബലിയർപ്പിക്കണം. അതിനോടൊപ്പം ധാന്യബലിയായി കാളയൊന്നിന് 1 എഫായുടെ 10-3, മുട്ടാടിന് 10-2, ആട്ടിൻകുട്ടി ഒന്നിന് 10-1 നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. കർത്താവിന്റെ മുമ്പിൽ പരിമളപ്പെടുത്തുന്ന ദഹനബലിയാണിത്. അവയുടെ പാനീയ ബലി കാളയൊന്നിന് 1/2 ഹിൻ, മുട്ടാടിന് 1/3 ഹിൻ, ആട്ടിൻകുട്ടി ഒന്നിന് 1/4 ഹിൻ എന്ന തോതിലായിരിക്കണം. വർഷം തോറും ഓരോ മാസവും അർപ്പിക്കാനുള്ള ദഹനബലിയാണിത്. അനുദിന ദഹനബലിക്കും അതിന്റെ പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻകുട്ടനെ കർത്താവിന് അർപ്പിക്കണം. 1-ാം മാസം 14-ാം ദിവസം കർത്താവിന്റെ പെസഹ ആണ്. ആ മാസം 15-ാം ദിവസം ഉത്സവ ദിനമാണ്. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ആ ദിവസം ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിന് ദഹനബലിയായി 2 കാളക്കുട്ടികളെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള 7 ആട്ടിൻകുട്ടികളെയും അർപ്പിക്കണം. അവ ഊനമറ്റവ ആയിരിക്കണം. അവയുടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളയൊന്നിന് 1 എഫയുടെ
10-3 മുട്ടാടിന് 10-2 7 ആട്ടിൻകുട്ടികളിൽ ഓരോന്നും 10-1 എന്ന തോതിൽ അർപ്പിക്കണം. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുന്നതിന് ഒരു കോലാട്ടിൻ മുട്ടനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം. പ്രഭാതത്തിലെ അനുദിന ദഹന ബലിക്കും പുറമെ ഇവയെല്ലാം നിങ്ങൾ അർപ്പിക്കണം. അതുപോലെ തന്നെ 7 ദിവസവും കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹന ബലിയോടുകൂടി ധാന്യബലിയും അർപ്പിക്കണം. അത് അനുദിന ദഹന ബലിക്കും അതിന്റെ പാനീയ ബലിക്കും പുറമെയാണ്. 7-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. വാരോത്സവത്തിൽ കർത്താവിന് നവധാന്യ ബലിയായി പ്രഥമ ഫലങ്ങൾ അർപ്പിക്കുന്ന ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹന ബലിയായി 2 കാളക്കുട്ടികളെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള 7 ആൺ ചെമ്മരിയാടുകളെയും അർപ്പിക്കണം. അവയുടെ കൂടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളക്കുട്ടിയൊന്നിന് 1 എഫായും 10-3 മുട്ടാടിന് 10-2 ആട്ടിൻകുട്ടിയൊന്നിന് 10-1 എന്ന തോതിൽ അർപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നതിന് ഒരു കോലാട്ടിൻകുട്ടനെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അവയുടെ ധാന്യബലിക്കും പുറമെ ഇവയുടെ പാനീയ ബലിയും നിങ്ങൾ അർപ്പിക്കണം. അവ ഊനമറ്റവയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ